എന്താ വാട്സാപ്പിൽ എന്താ അണ്ണനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട് അണ്ണാ. ആ ചുവന്നതുപോലെ കണ്ടപ്പോഴേ എനിക്ക് ആളെ പിടി കിട്ടി. വന്നപ്പോഴേ ടർഫ് കിട്ടിയല്ലോ. എന്ത് കൊറേ നാളായല്ലോ. അത് കണ്ട അത് കണ്ട ആ ബിൽഡിംഗ് ഞാൻ അവസാനം തറയോണ്ട് ചെത്തത്. വന്നതിന്റെ ആ ഒരു ഐശ്വര്യം കണ്ട. വന്നപ്പോ തന്നെ നമ്മൾ ഇത്രയും നാളെ നോക്കിട്ട് കിട്ടാത്തത് വെറുതെ വെളിയിൽ നിന്ന് മേടിച്ചൊന്നില്ലേ. അങ്ങനെയല്ലേ ഏത് ഏതാ മാറിട്ടില്ല. അമ്പത്തൂരിനായിട്ട് ഒരു വാസണ്ണ ഒന്ന് മൂളിരുന്നെങ്കിൽ ഒരു സാധനം എടുത്തിടായിരുന്നു. സാധനം എടുത്തിട്ടായിരുന്നു. അതല്ല അതല്ല വെൽക്കം ബാക്ക് ടു ടിവി വാച്ച് ഗോഗു. ഇനി വാറ്റിട് വാറ്റിട്. പണിയുണ്ട്. ബെറ്റിക്കോട്ടല്ലേ ഇത്? വേറെ രണ്ടെണ്ണം ഫ്രണ്ടില് ഇങ്ങനെ നോക്കിയാ മതി. ഇന്നലെ ചന്ദ്രന്റെ വീട്ടിലൊന്ന് കിടന്നുറങ്ങിയതേ. എന്താ കേസ് ജെട്ടിയോ? മാറ്റി നമുക്ക് ഇവിടെ തൊട്ട് പരിചയപ്പെടാം. ടാക്സി ഇവിടുത്തെ ടാക്സി ഓടിക്കാൻ അതൊന്നും പറയണ്ട. ഇവിടോട്ട് വരുന്നൊന്നും ചോദിക്കൊന്നും വേണ്ട. ആരുടെ സ്ലോട്ടില്ല എടാ ഗോകുനെയൊക്കെ. എടാ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ ഫുള്ള് പൊക്കോണ്ടിരിക്കുകയാണെങ്കിലും ഗോകു തിരിച്ചു വന്ന് ഒരു സ്ലോട്ട് ചോദിച്ചാൽ ഞാൻ മാറിയിട്ടാണല്ലോ അവനെ ഇവിടെ കളിപ്പിക്കും. മനസ്സിലായ? കാരണം ഞാനിവിടെ എത്താനാണ് ഞാൻ എന്നും എല്ലാ ഡൗൺസിലും അപ്പിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അവൻ മാത്രം കൊണ്ട്. കാരണം അവനാണ് എനിക്ക് ഒരു യൂട്യൂബർ എന്നുള്ളൊരു ഐഡന്റിറ്റി എനിക്ക് തന്നത് പോലും. മനസ്സിലായ? അവന് തിരിച്ച് കളിക്കാനൊരു ചാൻസ്, അവൻ എൻ്റെ അടുത്ത് ഇതുപോലെ കളിക്കാനൊരു അവസരം, അവന് ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അത് കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഉറപ്പായിട്ടും അവനെ ആ സമയത്ത് നമുക്ക് മാറ്റി നിർത്താൻ എനിക്ക് പറ്റൂല. ഞാൻ പറയാം, അവനിവിടെ ആക്റ്റീവ് ആവുന്ന സമയത്ത് അതെന്തായാലും എനിക്ക് പറ്റൂല. അവൻ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ മാറി സ്ലോട്ട് ഇടാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സ്ലോട്ട് മാറ്റി ഇടുന്ന രീതിയിൽ അവൈലബിൾ അല്ലാത്ത ആൾക്കാരെ മാറ്റി കളിപ്പിക്കും. അത്രേ ഉള്ളൂ. ഞാൻ വേറൊരു റിക്രൂട്ട്മെന്റ് എന്തായാലും പുറത്തൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. പക്ഷെ അവന് ഇവിടെ കളിക്കുന്നതെന്ന് പറയുമ്പോൾ അതേ ഉള്ളൂ. ജോക്കി കറന്റ് നല്ല രീതിയിൽ ആ ഒരു ആർപ്പ് ചെയ്ത് കൊണ്ടുവയ്ക്കുക. ജോക്കി എന്നോട് ഇപ്പൊ ഗ്യാങ് സ്ലോട്ട് കളിക്കണമെന്ന് പറയുവാണെങ്കിൽ ജോക്കിയും ഗ്യാങ് സ്ലോട്ടിലിടും. മനസ്സിലായ? അത് വേറൊരു ഗോകുവിന്റെ കേസിൽ അത് കംപ്ലീറ്റ്ലി എനിക്ക് അത് എന്താ പറയാ, എന്റെ ഗ്യാങ് സ്ലോട്ട് അല്ലെങ്കിൽ ഗ്യാങ് പ്രയോറിറ്റി എന്നൊക്കെ പറയണത് ഭയങ്കര, എനിക്കത് ഒരിക്കലും ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. മീൻസ് ഞാൻ ഒറ്റ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പോയി പറഞ്ഞിട്ടുള്ളൂ, എടാ എന്റെ വീഡിയോ ഒന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട് സപ്പോർട്ട് ചെയ്ത് തരുമോ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ തുടക്കത്തിൽ ഞാൻ അത് ഒരാളോടെ ഉള്ളൂ. അത് ഞാൻ ഗോകുവിനോടാ. അവൻ അന്നോട്ട് ഗോകുവിന്റെ ലൈവ് കാണുന്നവർക്കൊക്കെ അറിയാം. എന്നെ ഇവിടുത്തെ കുറെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് പോലും ഗോകുവിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ നിന്നും അവന്റെ ലൈവിൽ നിന്നോ. MRCയുടെ തുടക്കത്തിലുള്ള ലൈവ് കാണുന്നവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. അല്ലാത്തവർക്ക് അത് അറിയാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എന്നെ ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവനാ. അല്ലല്ല, ഞാൻ ഇങ്ങനെ വെറുതെ പഴയ MRC കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്റെ ഗോകുവിന്റെ. പക്ഷെ വാസവനെ വലിയ ചതിയായി പോയി കേട്ടോ. എന്താ MRCയുടെ പുതിയ ലീഡർ വരുമെന്ന് പറഞ്ഞ് അവര് കാത്തിരുന്നിട്ട് അത് ഇവനാണെന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടാ. ഗോകു ആണെന്നൊക്കെ ആയിരുന്നു 2 ദിവസം ഫുൾ ഡിസ്കഷൻ. വെൽക്കം MRC മാറ്റി നോക്കുന്നില്ല. അത് വേണമായിരുന്നു. എടാ വാ, നമുക്ക് എല്ലാരും ഒന്ന് വന്നേ ഇങ്ങോട്ട്. ഇതാരാ കളർ ഡ്രസ് ഇട്ട് നിൽക്കുന്നത്? സ്റ്റീവാ? എടാ ഡ്രസ് മാറിട്ട് വേടാ. മണി ട്രിപ്പ്. ഞാനും അങ്ങനെയാ കണ്ടത്. അതറിയാം, ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ തുടക്കത്തെ ലൈവ് കണ്ടവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. എന്റെ തുടക്കം തൊട്ടുള്ള ലൈവുകൾ കാണുന്നവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. കാരണം നിങ്ങളിപ്പം വേറെ ചാറ്റുകളിൽ പോയിട്ട് വാസണ ലൈവ് വരുമോ എന്ന് ചോദിക്കൂലേ.
അതുപോലെ എന്റെ ചാറ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്പാം ആയിരുന്നു, ഗോഗു വരുവോ. അതിനു വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ എന്റെ ലൈവ് കാണാൻ വന്നു തുടങ്ങിയത്. എന്റെ പബ്ജി ലൈവ് തുടക്കത്തിൽ ആൾക്കാർ കൂടുതൽ കാണാൻ വന്നത് ഗോഗു ഇന്ന് ലൈവ് വരുവോ, ഗോഗു ഇവനാണ് ഒരു മടിയം പുണ്ട. ഞാൻ മറ്റേ ഡെയിലി എക്സ്ക്യൂസ് പറയും, ഗോഗു ബ്രോ ഇന്ന് അവൈലബിൾ അല്ല, ഗോഗു ബ്രോ തിരക്കില്ല. അങ്ങനെയായിരുന്നു എന്റെ ചാറ്റ്, മനസ്സിലായ? അയ്യോ സത്യം. എന്റെ കോച്ച്, നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ട് ഓരോന്നൊക്കെ ഇട്ട് ട്രിഗർ ചെയ്യല്ലേ. അവനാണ് തള്ളക്കിളി മൊത്തം കിട്ടുന്നത്. വെൽക്കം ഓണർന്നാ. കൊച്ചുപിള്ളേര് പ്രശ്നമായി തുടങ്ങിയത്. എപ്പോ വരില്ല ജയ് സുൽത്താൻ. എടാ എല്ലാരും എത്തിയില്ല, എല്ലാരും വാടാ, എല്ലാരും വാ. നിനക്ക് മാക്സിമം തള്ളക്കിളി വാറ്റം വന്നേ. വാറ്റേ, നീ എന്നെ വാസു എന്ന് വിളിച്ചാ മതി. വാസേ, മറ്റേ ഒന്നുകൂടെ മറ്റേ വെൽക്കം അത് ഒന്നുകൂടെ പറയാമോ? പിള്ളേരെ പറഞ്ഞാതി. പിള്ളേരെ മുമ്പിൽ ഇപ്പൊ എല്ലാരും വന്നേ. ഗോഗു വാസറാന്ന് വിളിക്കുമ്പോ എനിക്ക് എന്തോ പോലെ. അല്ല മണി ട്രിപ്പിന്റെ ഫ്രണ്ടിലോട്ടിക്കാം, എല്ലാരും ഇങ്ങോട്ട് നോക്കി. പ്രായം കൂടുതലല്ലേ ഇത്. സോ ബോയ്സ്, നിങ്ങള് കൊറേ പുതിയ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇവിടെ ഈ സിറ്റിയിൽ ഞാൻ വരുന്നതിന് മുമ്പും ഒരുപാട് നാൾക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മഹത് വ്യക്തിയാണ് എന്റെ അടുത്ത് നിൽക്കുന്നത്. സോ ഞങ്ങൾ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്. നമ്മൾ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഇവനെ എന്തോ മാല പിടിച്ചു പറിക്കണ കേസിലും എന്നെ ഒരു കൊലക്കേസിലും ഞാൻ അകത്ത് പോയ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. എന്നേക്കാൾ മുമ്പേ ജയിലിൽ നിന്ന് ഇറങ്ങിണ്ട വന്നു. പക്ഷെ എന്നാലും ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷവും ഞങ്ങള് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഒരു സമയത്ത് നമ്മുടെ ടിവിക്ക് വേണ്ടി ഒരുപാട് ടർഫുകളും വാറുകൾക്കും ഒക്കെ നീ സെൽഫ് ബിൽഡപ്പ് കളയണം. ഒരുപാട് വാറും ഒരുപാട് ടർഫിനൊക്കെ വേണ്ടി ചോര നീരാക്കിയ ഒരു പോരാളി കൂടിയാണ്. വെൽക്കമിങ് ബാക്ക് വാറ്റ് ഗോഗു ടു ടിവിഎ as TVA വാറ്റ് ഗോഗു. വെൽക്കം ടു ടിവിഎ. താങ്ക് യു. അപ്പൊ ഇനി കുറച്ച് ചിട്ടകളൊക്കെ വേണം കേട്ടോ. ഇനി കളി ചിരിയൊന്നും പറ്റത്തില്ല, കുറച്ച് ചിട്ടകളൊക്കെ വേണം കേട്ടോ. ടർഫ് കളിക്കുമ്പോ അറ്റത്തൊന്നും പോയി നിക്കല്, ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് റോൾ കേട്ടല്ലോ. ഇതിങ്ങോട്ട് കേട്ടാ മതി. ഗണ്ണടുത്ത ആമ എടുക്കാൻ മറക്കരുത് കേട്ടല്ലോ. നീ മൂന്നാമത്തെ റൂൾ, എന്നെ ആരും ഊക്കരുത്. ഇതാണ് എന്റെ ആ ഉള്ള 3 റൂൾ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ടിവിഎ. ഞാൻ കമ്മിങ് ടു വെൽക്കം. പരിചയപ്പെടണ്ടേ ആൾക്കാരെ വെച്ച് കൊറേ കളവന്മാരെ കേറി പറഞ്ഞ ഈ ഒരു ഉപകാരം ഇല്ലാത്തവരെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആദ്യമായിട്ടായിരിക്കും ഒരു റിക്രൂട്ട്മെന്റിന് ഒരു അധിക പ്രസംഗം ടിവിയിൽ വരുന്നത് അല്ലേ? അതല്ല, പണ്ട് എന്റെ കണ്ണീന്ന് വെള്ളം വന്ന പോലെ ഒരു കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മനുഷ്യന്റെ എന്തൊക്കെയോ തലയിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? റെഡിയാണ്, നീ റെഡിയാണെങ്കിൽ ഇല്ല എന്റെ കണ്ണീന്ന് വെള്ളം വരുന്നില്ല.
എന്തായാലും സഹായിക്കാം വാസു ഈ ആ. ഈ മുടിയൊക്കെ നിറച്ച് കാലും മുട്ടിക്കുന്നവരൊക്കെ എന്തിനാ എടുക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, നീ എന്റെ പഴയതുപോലെ മാസ്റ്റർ വിളിച്ചോ. ആ, കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് ആ, അതെ. ചുമ്മാ ഗോകു. എനിക്കറിഞ്ഞൂടെ എനിക്കറിഞ്ഞൂടെ മറ്റേ സ്റ്റീവിനെ പിന്നെ അറിയാലോ, ഇതാണ് സ്റ്റീവ് ഉള്ളപ്പോഴേ ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ. അതെ 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 അതെ. ഇത് പുതിയൊരു പയ്യനാണ് LX2. ലെക്സ് എന്ന് വിളിക്കും. ആ ലെക്സ് 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 എന്തിനു പറയടാ? കണ്ടത് ലെക്സ് സ്റ്റീവാണ് എന്റെ അച്ഛൻ, ഞാൻ സ്റ്റീവിന്റെ മോൻ, എല്ലാം പറ. എടാ സംസാരിക്കാ. ഞാൻ സ്റ്റീവിന്റെ ശിഷ്യനാണ്. വെൽക്കം 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 അടുത്തത് ഇതാണ് ഡീമൻ. ഇതറിയാം പണ്ട് നിങ്ങൾ അത്തപ്പാടിയിൽ പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. നീ ഡീമൻ ആണെങ്കിൽ ഞാൻ മോൺസ്റ്റർ കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് കേട്ടായിരുന്നു കേട്ടോ, ഒരു തുപ്പല് കെട്ടി വെച്ചിട്ടുണ്ടേ അവിടെ. പറഞ്ഞിട്ടിരിക്കുന്ന ആര്? 10,000 പേര് കേട്ടില്ല, 1000 പേര് ആ ഇത് സാവേജ്. ഹായ് അണ്ണ. ഹായ് രാണ, പൊളിയാ പൊളി. ഹായ് അല്ലാതെ സൂപ്പർ 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 ബോസ്. ഇത് ഗോകു നീ ജോയിൻ ചെയ്തതിന് ഒരാഴ്ച മുമ്പ് ജോയിൻ ചെയ്ത പയ്യനാണ്. ഇത് ഗോകുല്ല, ഇത് അതല്ല, വാറ്റ് ഗോകു എന്നാണ് വിളിച്ചത്. വാറ്റ് ഗോകു. ഇത് നീൽ. ആ ഹായ് ഹായ്. അറിയാ, കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ആ പിന്നെ ഇതാണ് ഡെസ്ട്രോ. വയലിന്റെ ചെട്ടിയാ അവന് തമിഴ് അറിയത്തുള്ളൂ, മലയാളം അറിയത്തില്ല. തമ്പി സോറി. ഓക്കെ വെൽക്കം വെൽക്കം. ഇത് പുതിയതാണ്. നീ വന്നതിന് ശേഷമുള്ള പുതിയൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏബൽ. അറിയാ ഏബലിനെ, പിന്നെ നമ്മളെ ചെറുക്കൻ. അതെ, ഇത് അടുത്ത ആള്. വില്ലുവിനെ പിന്നെ അറിയാലോ, വില്ലു നീ ഉള്ളപ്പോ തന്നെ ഉണ്ടായിരുന്നു. അയ്യോ അറിയണ്ട 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 അറിയണ്ട. ഇത് വാറ്റ് ഗോകു, ദിസ് ഈസ് മെസ് ബോയ് ഗോകു. ഹായ് ഹായ് ഹായ്. ഇത് മാത്രം എനിക്കൊന്ന് പറഞ്ഞു അതെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്ത് പേര് മാറ്റാനാ? അത് അവന്റെ എന്തെങ്കിലും എങ്ങനെ നമുക്ക് ഒരു ഫസ്റ്റ് അത് വിഷമോ 2 ദിവസം കഴിയും. അല്ലെങ്കിൽ വേണ്ട, അത് അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, കിടക്കട്ടെ. അതാകുമ്പോ എനിക്കും കേറി കളിക്കാൻ ഇടയ്ക്ക്. ഇതാണ് അടുത്ത ബോബി. ബോബിന്ന് ബോബോയ്ക്കുണ്ടായിരുന്നു. അല്ലല്ല, ഇത് ഇതറിയാലോ, അമ്പത്തൂർ സിംഗ്. ഇവിടുന്ന് മാറിയില്ല മാറിയില്ല. ഇതാരാ പുതിയ മുടി വെച്ച് വന്നിരിക്കണേ? അറിയത്തില്ലേ? ഇതല്ല നിന്റെ പുച്ചിരി, നിന്റെ മുടി മാറ്റിയത്. അല്ല വള്ളി പിടിക്കാൻ വേണ്ടി മാറ്റേ. വള്ളി പിടിക്കാൻ. ഇവൻ ആക്ച്വലി മലയാളമാണ് സംസാരിക്കുന്നത്, പക്ഷെ വേറൊരു മലയാളം നമ്മളാരും കേട്ടിട്ടില്ലാത്തൊരു ടൈപ്പ്. ഇതിനെക്കാട്ടും എനിക്ക് തമിഴ് അറിയാല്ലേ. അതാണ് പറഞ്ഞത്. ഇത് പുച്ചിരി. എടാ പുച്ചിരി, ഒരു വെൽക്കം കൊടുത്തേ വാറ്റിന്. വെൽക്കം ബാക്ക് പാറ്റണ്ണ. ഇവന് മറ്റേ ബേക്ക് എന്നാണ് പറയണത്. അതല്ലേ? ഇത് പിന്നെ ഇത് നമ്മള് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ജപ്പാൻ ഇമ്പോർട്ട്. അറിയാം അറിയാം അറിയാം. എന്തെങ്കിലും ഉപയോഗം വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ഈ ഇടയ്ക്ക് അടുത്ത ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കേറ്റിച്ചത്. ഇത് നീ കിണ്ടി ഉള്ളപ്പോ ഉണ്ടോ? അരഞ്ഞാണോ? ഞാൻ ഉള്ളപ്പോ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, കിണ്ടി ഉള്ളപ്പോ ഇല്ല. കിണ്ടി ഉള്ളപ്പോ ഇല്ല. ഇത് മാഡി കിണ്ടി. കിണ്ടി. ഓക്കെ, ഒരു വലിയ കിണ്ടി ഉള്ളത് ചന്ദ്രന്റെ മാത്രമായിരുന്നു. അല്ല, ഇതിപ്പോ ഞാൻ കിണ്ടി. ബോയ്സ്, പുള്ളി എന്ത് തമാശ പറഞ്ഞാലും ചിരിച്ചു കൊടുക്കണം കേട്ടാ. അവർ റെഡിയില്ലേ? ഇത് ഓൾറെഡി നമ്മള് പരിചയപ്പെട്ടതാ ഇവനെ. LX2. ഇതാണ് ഇത് ജുഗ്രു. നീയല്ലേ മറ്റേ അറബിയുടെ വേഷം കെട്ടിക്കൊണ്ടിരുന്നത്? അറബിയാ? അല്ലേ? അയ്യോ, ആള് പറയും. സോറി സോറി. അത് ഷെയ്ക്ക്. ആര്? ഞാൻ ഇതാരാ?
ചെക്കനാ? നിന്നെ കാണാറില്ലെന്നോടെ മറന്നു കേട്ടാ. ആ, ഇത് സെക്കൻഡ് ആ ചെക്ക ചെക്കനല്ല സെക്കൻഡ്. കണ്ടല്ലേ? ഇതടി കേക്ക്. ചെക്ക കണ്ടൊരു സന്തോഷം. വെൽക്കം ബാക്ക്. വാസു വാസു ഒന്ന്. ആ, എനിക്കിതിന് വാസു മാത്രം അറിയാം. ഇപ്പോഴും ബാക്കിയെല്ലാം മറന്നു. വയസ്സ് കൂടിയേ. എന്താ നിനക്ക്? അപ്പാപ്പനെ പിന്നെ എവിടെ വെച്ച് കണ്ടാലും മനസ്സിലാവും കേട്ടാ. ആ, അത് പിന്നെ പിന്നെ കുറച്ച് പിന്നെ ആളുകളേ മാറ്റിയ വേറൊരു കാര്യം ഉണ്ടായിരുന്നേ. ലീഡറിനും കോ ലീഡറിനും മാത്രമേ ഈ ഇതിനുള്ള പെർമിഷൻ ഉള്ളൂ. ഈ ഫുൾ കൈയെ അല്ല ഇപ്പൊ ഇട്ടോ കുഴപ്പമില്ല. പിന്നെ മാറ്റിയാ മതി. ആരാ ഇങ്ങനല്ലേ? എന്തേ പാപ്പാ ഒന്ന് കാണണ്ടല്ലേ? അല്ല വാസന എനിക്കൊരു ആഗ്രഹമുണ്ട് നമുക്ക് പണ്ടത്തെ വാച്ചുകൾക്ക് ഒരു ശബ്ദം ഉണ്ടായിരുന്നു. ആ ശബ്ദം തിരിച്ചു വരാതെ ആ ശബ്ദം തിരിച്ചു വരാതെ വാച്ചുകൾക്കും അതില്ല അതില്ല അത് ശരിയാ. ആ പഴയ ശബ്ദം വരണം. അതെന്റെ അച്ഛൻ ദൈവം കോക്കും അതെന്റെ അച്ഛൻ. അല്ല അത് പറഞ്ഞു തരില്ല അച്ഛന്റെ ശബ്ദം മുടിഞ്ഞിരിക്കാണ് തലയെടുത്ത് വെച്ച്. വെളിയിൽ പറഞ്ഞു തരാം. ഇങ്ങനെ സംസാരിക്കണം കേട്ടോ ഇങ്ങനെ. അതെ അതെ